മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കരുതുന്ന ചിന്തകളെക്കുറിച്ച് അമിതമായി വേവലാതിപ്പെടുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ തകരാറിലാക്കും. ഇത് മനുഷ്യവർഗം വളർന്നു വന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ വളരെയധികം ആവശ്യമുണ്ടായിരുന്ന കാരണമാണ്. സ്മിത്സോണിയൻ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി അവകാശപ്പെടുന്നത് എന്തെന്നാൽ, ഒരു മനുഷ്യന് ഒരു ഗോത്രത്തിനോടൊപ്പം ചേർന്ന് നിലനിന്നു പോകുവാൻ വേണ്ടി മറ്റുള്ളവരുടെ സ്വീകാര്യത വളരെയധികം ആവശ്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. മനുഷ്യന് പലതരത്തിലുള്ള അർത്ഥശൂന്യമായ സ്വഭാവ സവിശേഷതകളുണ്ട്. അതിലൊന്നാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നത്. ഗോത്രകാലഘട്ടത്തിൽ ഇത് വളരെ ആവശ്യമായിരുന്നു. കാരണം ഗോത്രകാലഘട്ടത്തിൽ ഒരു മനുഷ്യന് വ്യക്തിഗതമായ ഐഡന്റിറ്റി വളരെയധികം കുറവായിരുന്നു. കൂട്ടത്തോടെയുള്ള ഐഡന്റിറ്റി ആയിരുന്നു കൂടുതൽ. എന്നാൽ ഇന്ന് നമുക്ക് അതിജീവിക്കുവാൻ ഗോത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഓരോ വ്യക്തികളും സ്വന്തം കഴിവുകൾ കൊണ്ട് വളർന്നു വലുതാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും നമ്മളുടെ മോട്ടിവേഷനും നമ്മുടെ കൂട്ടുകെട്ടിനും മറ്റും മറ്റുള്ള ആളുകളെ നമുക്ക് ആവശ്യവുമാണ്. ഇതിനെക്കുറിച്ച് മനഃശാസ്ത്രം പറയുന്നത് എന്തെന്നാൽ, വളരെയധികം ആത്മാഭിമാനം കുറവുള്ളവർക്കും ഇമോഷണലായിട്ടുള്ള സപ്പോർട്ടുകൾ ലഭിക്കാതെ വളർന്നവർക്കും മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് വളരെയധികം ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ നിങ്ങൾ വളരെയധികം കാര്യമായി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്നോ ഞാൻ പറഞ്ഞുതരാം. വിമർശനം എന്നാൽ എന്താണ് എന്നും ഈ വിമർശനം ആരിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതും വളരെയധികം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്കുക, വിമർശനം എന്നാൽ എന്താണ്, മറ്റൊന്ന് വിമർശിക്കുന്ന വ്യക്തി ആരാണ്. ഇതിനെ രണ്ടിനെക്കുറിച്ചും നല്ല ബോധ്യമില്ലാതെ ആ വിമർശനത്തെ നിങ്ങൾ സ്വീകരിക്കുകയോ ആ വിമർശനത്തിനനുസരിച്ച് നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വിമർശനം എന്നാൽ എന്താണ്? വിമർശനം 2-3 തരത്തിലുണ്ടാകാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതി പൊതുവെ സമൂഹത്തിലുള്ള ഒരു രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുന്ന സമയത്ത്, സമൂഹത്തിലുള്ള മറ്റു മനുഷ്യർക്ക് അത് അംഗീകരിക്കുവാൻ കഴിയാതെ വരുന്ന സമയത്ത് വിമർശനമുണ്ടാകുന്നു. അത് നിങ്ങളുടെ കുറ്റമല്ല, സമൂഹം അപ്ഡേറ്റ് ആകാത്തതിൻ്റെ കുറ്റമാണ്. കമ്പ്യൂട്ടർ നമ്മളുടെ നാട്ടിൽ പോപ്പുലർ ആകുന്നതിന് മുമ്പ് ആദ്യമൊക്കെ എല്ലായിടത്തും കമ്പ്യൂട്ടർവൽക്കരണം വന്ന സമയത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത നാടാണിത്. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വാദം. എന്നാൽ ഇന്നാണെങ്കിലോ ഏറ്റവും വലിയ തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയായിട്ട് കമ്പ്യൂട്ടറിന്റെ മേഖല തന്നെ മാറിയിരിക്കുകയാണ്. അതായത് ദീർഘവീക്ഷണമില്ലാത്ത ആളുകൾ പുതിയതായി കാണുന്ന സകല കാര്യങ്ങളെയും വിമർശിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുകയാണെങ്കിൽ, പുതിയൊരു രീതി അവലംബിക്കുകയാണെങ്കിൽ, പൊതുവെ ചുറ്റുമൊന്നും കാണാത്തൊരു സ്വഭാവം നിങ്ങളിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിന്തിക്കുന്നത് ഇത് പൊതുവെ കാണപ്പെടാത്തൊരു കാര്യമാണല്ലോ എന്നുള്ളതാണ്. അങ്ങനെ കാണപ്പെടാത്ത കാര്യങ്ങളെ വിമർശിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. ഇതിനെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ, നിങ്ങൾ പോകുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം വിമർശനങ്ങളെ പുല്ലുവില കൽപ്പിക്കുകയാണ് വേണ്ടത്. വിമർശനത്തിന്റെ മറ്റൊരു വേർഷൻ എന്താണെന്നറിയുമോ? വാസ്തവത്തിൽ ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. മനുഷ്യർ ശരിതെറ്റുകളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ ശരിതെറ്റുകൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ 90% ശരിതെറ്റുകളല്ല ആളുകൾ സംസാരിക്കുന്നത്, ഇഷ്ടാനിഷ്ടങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനെ ശരിയാണെന്ന് പറയും. മറ്റൊരാൾക്കത് ഇഷ്ടമല്ല എങ്കിൽ അദ്ദേഹം അതിനെ തെറ്റ് എന്ന് പറയും. വാസ്തവത്തിൽ മനുഷ്യർ ശരിതെറ്റുകളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, കൂടുതലും ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, നിങ്ങളുടെ ഒരു രീതി മറ്റൊരാൾ വിമർശിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ടേസ്റ്റുകളെല്ലാം തന്നെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അർത്ഥം. അതായത് ഓരോ മനുഷ്യനും ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ അവരുടെ അഭിപ്രായം നിങ്ങളോട് പറയും. അവരുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായത്തിന് എതിരായി മാറുമ്പോൾ നിങ്ങൾക്കതിനെ വിമർശനം എന്ന് തോന്നും. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? ദിസ് ഈസ് ഓൺലി ആൻ ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആയിരിക്കണം. ഇത് മനുഷ്യൻ്റെ അഭിപ്രായമാണ്. അഭിപ്രായങ്ങളെ അഭിപ്രായമായിട്ട് സ്വീകരിക്കുക. അഭിപ്രായം ഒരിക്കലും ഒരു ഡെഫിനിഷനാക്കി മാറ്റരുത്. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റിതാണ്, നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഡെഫിനിഷൻ നമ്മൾ നൽകി വെച്ചിട്ടില്ല എങ്കിൽ മറ്റുള്ളവർ അവരുടെ അഭിപ്രായം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവരുടെ അഭിപ്രായത്തെ നമ്മുടെ ഡെഫിനിഷനാക്കി മാറ്റും. അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളായി കാണാനും ഡെഫിനിഷനായി കാണാനും നമുക്ക് സാധിക്കണം. നിങ്ങൾക്ക് സ്വന്തമായൊരു നിലപാടുണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും യുക്തിസഹമായിട്ടുള്ള
ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു വൃത്തിയായ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിപ്രായങ്ങൾ നിങ്ങളിൽ വന്ന് തട്ടിത്തെറിച്ചു പോവുകയാണ് ചെയ്യുക. ഇത് കേവലം അഭിപ്രായങ്ങളാണെന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കണം. ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കുന്ന ആൾ പോലും ആ സിനിമ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് 100% ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അതിൻ്റെ കഥയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് 100% ഇത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എന്നാൽ ആ സിനിമ കണ്ട് നല്ല അഭിപ്രായം പറയുന്നവരും ഉണ്ടാവും, മോശം അഭിപ്രായം പറയുന്നവരും ഉണ്ടാകും. ഇത് നാച്ചുറലാണ്. ആളുകളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി എന്നുള്ള ഒരു ചിന്താഗതി ആരെക്കുറിച്ചെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ ആളെ എടുത്തു നോക്കൂ. ആ ആളെ ഈ ലോകത്ത് ആരും വിമർശിച്ചിട്ടുണ്ടായിരിക്കില്ലയോ? ഉണ്ടായിരിക്കും. അതായത് ഈ ലോകത്തിൽ നിങ്ങൾ എത്ര നല്ലവനായി മാറിയാലും, നിങ്ങൾ എത്ര പെർഫെക്റ്റായി മാറിയാലും നിങ്ങളെ വിമർശിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നിങ്ങൾ ആളുകളെ ഭയന്നുകൊണ്ടിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റില്ല. കഴുതയെ ചുമന്ന ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയും ഭർത്താവും ഒരു കഴുതയും കൂടെ നടന്നു പോവുമായിരുന്നു. അപ്പോൾ റോഡിലുള്ള കുറച്ച് ആളുകൾ ഒരു കമൻറ്റ് പറഞ്ഞു, ഒരു അഭിപ്രായം പറഞ്ഞു, എന്തൊരു മണ്ടനാണ് ഈ വ്യക്തി, ഈ കഴുത എന്തിനാണ് വെറുതെ നടക്കുന്നത്, ഒരാൾക്കെങ്കിലും അതിൻ്റെ മേലെ കയറിയിരുന്ന് യാത്ര ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവ് അതിൻ്റെ മേലെ കയറിയിരുന്ന് യാത്ര ചെയ്തു. അടുത്തൊരു ജംഗ്ഷനിൽ വെച്ച് വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇയാൾ എന്തൊരു ക്രൂരനാണ്, സ്വയം കഴുതയുടെ മേലെ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു, ഭാര്യയെ നടത്തിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഭാര്യയെ കഴുതയുടെ മേലെ കയറ്റിയിരുത്തി ഇദ്ദേഹം നടക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടുത്ത ജംഗ്ഷനിലുള്ള ആളുകൾ പറഞ്ഞു, എന്തൊരു പെൺകോന്തനായ മനുഷ്യനാണത്, ഭാര്യയെ നടത്തിക്കാതെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് അയാൾ സ്വയം നടന്നു പോകുന്നത്. ഇത് കേട്ട ഇയാൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കഴുതപ്പുറത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടെ കഴുതപ്പുറത്ത് കയറി യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ജംഗ്ഷനിലുള്ള ആളുകൾ പറഞ്ഞു, എന്തൊരു ക്രൂരതയുള്ള ദമ്പതികളാണിവർ, ഒരു പാവം കഴുതയുടെ മേലെ രണ്ടുപേരും കൂടി കയറിയിരുന്ന് യാത്ര ചെയ്യോ എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഈ കഥയുടെ രംഗം എന്താണെന്നറിയോ? ഈ രണ്ടു പേരും ചേർന്ന് ആ കഴുതയെ ചുമന്ന് നടക്കുന്ന ഒരു രംഗമാണ്. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് അഭിപ്രായങ്ങളാക്കി മാത്രം കാണുക. ഇപ്പോൾ ഈ കഴുതയുടെ കാര്യം തന്നെ എടുക്കാം. 3 പേരും നടക്കുകയാണെന്ന് വിചാരിച്ചോ. കഴുതയും നടക്കുവാണ്, ദമ്പതികളും നടക്കുവാണ്. ആദ്യത്തെ ആളുകൾ കമൻറ്റ് പറയുകയാണ്, ഈ കഴുത എന്തിനാണ് ഇങ്ങനെ വെറുതെ നടത്തുന്നത്, അതുകൊണ്ട് എന്താ യൂസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ തിരിച്ചു പറയാനൊരു ഉത്തരം ഉണ്ടായിരിക്കണം. പറയണമെന്ന് പോലും ഇല്ല, മനസ്സിലെങ്കിലും ഒരു ഉത്തരം ഉണ്ടായിരിക്കണം. എനിക്ക് ഈ കഴുത ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകാനാണ് ഇഷ്ടം, അതിൻ്റെ മേലെ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ താല്പര്യമില്ല, ഇതെൻ്റെ തീരുമാനമാണ് എന്ന് പറയാൻ പറ്റണം. പറഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള ചിന്തകളെക്കുറിച്ചോ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ എന്ത് ചിന്തിക്കുന്നുണ്ടാവുമെന്നും ചിന്തിക്കേണ്ട. കഴുത ഇങ്ങനെ നടത്തുന്നതിന് കൃത്യമായൊരു റീസൺ എനിക്കുണ്ട്, ഇനി ആരെന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതിൻ്റെ പരിഗണന കുറഞ്ഞു വരാൻ തുടങ്ങും. നിങ്ങൾ മറ്റുള്ളവരുടെ വാലിഡേഷനെ ഇങ്ങനെ അമിതമായിട്ട് സീരിയസ് ആയി എടുത്താൽ അടുത്തതായി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കും. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പല തീരുമാനങ്ങളും എടുക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു ചേട്ടൻ വീടിന് പെയിൻ്റ് അടിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ചുമരിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത വീട്ടിലുള്ള ആൾ പറഞ്ഞു, നിൻ്റെ ഈ വീടിന് ഈ പെയിൻ്റ് തൊട്ട് യോജിക്കുന്നില്ല കേട്ടോ എന്ന്. അദ്ദേഹം ഉടനെ പെയിൻറ്റ് മാറ്റി വേറെ പെയിൻറ്റ് വാങ്ങിയിട്ട് വന്നു. ഈ പെയിൻറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെ പറഞ്ഞു, ഇത് എന്ത് പെയിൻ്റാണ് എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ഈ കൺഫ്യൂഷൻ എന്നോട് പറഞ്ഞു, ഒരു പെയിൻ്റ് അടിക്കാൻ പോലും സമാധാനം തരുന്നില്ലല്ലോ, എല്ലാവർക്കും ഓരോരോ പെയിൻ്റാണ് ഇഷ്ടം. അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, നിങ്ങൾക്ക് ഏത് പെയിൻ്റാണ് ഇഷ്ടം? എനിക്ക് ഐവറി കളർ പെയിൻ്റാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ശരി, ആ പെയിൻ്റ് അടിക്കുന്നതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അതെൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടമായിരുന്നു, പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ്, പുള്ളി പറഞ്ഞു ഈ വീടിനൊട്ട് ഇത് യോജിക്കില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കൂ, ഐ ലവ് ഐവറി കളർ, എനിക്ക് എൻ്റെ വീടിന് ഐവറി കളർ അടിക്കാനാണ് ഇഷ്ടം. അത് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, അല്ലാത്തവർ ഇങ്ങോട്ട് നോക്കണ്ട. എനിക്ക് എൻ്റെ വീടിന് എന്ത് പെയിൻ്റ് അടിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല തീരുമാനമുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ പറഞ്ഞു പഠിക്കൂ, അല്ലെങ്കിൽ എഴുതി പഠിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് നിങ്ങൾ അടിക്കൂ, ബാക്കിയുള്ളവരുടെ വാക്കുകളെ വില വെക്കണ്ട എന്ന്. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളിലും മറ്റുള്ളവരുടെ ചിന്തകളും
അഭിപ്രായങ്ങളും ഇൻ്റർഫിയർ ചെയ്യും. അതിന് സമ്മതിക്കുന്ന ഒരാളായി മാറും നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം എല്ലാ കാര്യങ്ങളിലും. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികൾ അഭിപ്രായം പറയുന്നതിനനുസരിച്ച് ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത്ര ബോർഡറുകൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല, അതിർത്തികൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള അതിർത്തിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അതുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ ഹൗസിംഗ് പ്ലോട്ട് പോലെയാണ് കിടക്കുന്നത്. അതായത് എല്ലാം ഓരോ അതിർവരമ്പുകളിൽ നിർത്തണം. അതിനകത്തേക്ക് അമിതമായി മറ്റുള്ളവർക്ക് കയറി വന്ന് ഇന്റർഫിയർ ചെയ്യുവാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. അവർ പറഞ്ഞോട്ടെ, ചിന്തിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അതിന് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് മൈ ലൈഫ്, ഇതെന്റെ ജീവിതമാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള പോലെ ഒന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എന്നാൽ ചില കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റണം എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഇനി മറ്റൊരു കാര്യം പറയാം, അതായത് മറ്റുള്ളവരുടെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾ അമിതമായി ഉത്കണ്ഠാകുലരാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പെർഫെക്ഷനിസം ഒരു അസുഖമാണ്. ഒരു കാര്യവും ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഇല്ല. ഒരു വ്യക്തിയും ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടില്ല. പെർഫെക്ഷൻ എന്നുള്ളത് ഒരു പെർസെപ്ഷനാണ്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ വ്യക്തിയുടെ പെർസെപ്ഷൻ മാറുന്നതിനനുസരിച്ച് പെർഫെക്ഷന്റെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കരുത്, നമ്മൾ ചെയ്യാനേ ശ്രമിക്കാൻ പാടുള്ളൂ. പിന്നെ പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടൊരു വ്യക്തിക്കൊന്നും തുടങ്ങാൻ പറ്റില്ല. നമ്മൾ നടന്നു തുടങ്ങിയത് പെർഫെക്റ്റ് ആയിട്ടാണോ? അല്ല. നമ്മൾ നടന്നങ്ങോട്ട് തുടങ്ങുകയാണ് ചെയ്തത്, പിന്നെ ചെയ്താണ് ഇത് പെർഫെക്റ്റ് ആയത്. നമ്മൾ എഴുതി തുടങ്ങിയത് പെർഫെക്റ്റ് ആയിട്ടാണോ? അല്ല. നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പെർഫെക്റ്റ് ആയിട്ടാണോ? അല്ല. നമ്മളെല്ലാം ആദ്യം ചെയ്തു തുടങ്ങുകയും പിന്നീട് അത് ഗ്രാജുവലി പെർഫെക്റ്റ് ആവുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നു. ഇത് ഒരു ആന്റി നാച്ചുറൽ ആയിട്ടുള്ള ചിന്താഗതിയാണ്. അതായത് ശരിയായ രീതി എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്ത് പതുക്കെ പിന്നീട് അത് പെർഫെക്റ്റ് ആവുക എന്നുള്ളതാണ്. എന്നാൽ ആദ്യം തന്നെ ഒരു കാര്യം പെർഫെക്റ്റ് ആക്കിയിട്ടേ ചെയ്യാനേ തുടങ്ങുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ മറ്റുള്ളവരുടെ വാലിഡേഷൻ ഒരുപാട് നിങ്ങൾ പരിഗണിക്കുന്നതായി. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടായിരിക്കുക, ഞാനിത് എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുക, ഇവരെന്താ ചിന്തിക്കുക, അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, മറ്റുള്ളവരുടെ കയ്യടി കിട്ടണം എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും സാധിക്കുകയില്ല. ഇന്ന് പല കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു കാലത്ത് അത് ഇംപെർഫെക്റ്റായി ചെയ്ത് കളിയാക്കലുകൾ നേരിട്ട് വളർന്നു വന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ട് ഇംപെർഫെക്റ്റ് ആകാൻ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. മറ്റൊരു കാര്യം നിങ്ങളുടെ മനസമാധാനത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ചിന്തകളെയും വളരെയധികം വിലവയ്ക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസമാധാനം മറ്റുള്ളവരുടെ നാവിൻ തുമ്പിലിരിക്കുന്നൊരവസ്ഥ വരും. നിങ്ങളുടെ മനസമാധാനം മറ്റൊരാളുടെ നാവിൻ തുമ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യം, എനിക്ക് മനസമാധാനം വേണം. മനസമാധാനം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും ചിന്തകളെയും അഭിപ്രായങ്ങളെയും എല്ലാം പരിഗണിക്കാതെ ജീവിക്കുവാൻ ശ്രമിക്കണം. ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. തൻ്റെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുമോ, തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിനെ എങ്ങനെ കാണും എന്നൊക്കെ ചിന്തിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, തെറ്റുകൾ വരുത്തുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക നിങ്ങളെ തന്നെ. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് തെറ്റ് സംഭവിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഒരിക്കലും വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ നടക്കാതിരിക്കണം. നിങ്ങൾക്ക് ഒരിക്കലും അക്ഷരത്തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കണം. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അക്ഷരത്തെറ്റ് പറ്റൽ അതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സ്ലിപ്പാവലും വീഴലും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തെറ്റുകളെക്കുറിച്ച് അമിതമായി ജാഗ്രതപ്പെടാതിരിക്കുക. തെറ്റുകളില്ലാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഒരിക്കലും തെറ്റ് സംഭവിക്കാത്തൊരു വ്യക്തിയാകണമെന്ന് പിടിവാശി പിടിക്കാതിരിക്കുക. അത് സംഭവ്യമല്ല. അതെല്ലാ മനുഷ്യർക്കും തെറ്റ് സംഭവിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്താ, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കലാണോ കാര്യം? എല്ലാ മനുഷ്യർക്കും അവരവരുടെ ജീവിതവും അവരവരുടെ കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കിക്കൊണ്ടും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടും അഭിപ്രായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും കാര്യം. നമ്മളിത് വെറുതെ ചിന്തിക്കുന്നതാണ്. എല്ലാ ആളുകളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നുള്ളത്. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ മാത്രം നിങ്ങൾ വലിയ മനുഷ്യനൊന്നുമല്ല. നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ആർക്കും ഒഴിവുമില്ല.
എല്ലാവർക്കും അവരവരുടെ ജീവിതമുണ്ട്, അവരവരെ കുറിച്ച് ചിന്തിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിട്ട് കുറച്ചൊരു അഭിപ്രായം കമൻറ്റും പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യമില്ലാത്തൊരു സ്വഭാവമാണ്. അതുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾ അമിതമായി ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്നെക്കുറിച്ച് എപ്പോഴും ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങൾ എന്തോ ആണ് എന്ന തോന്നലിൽ നിന്നുണ്ടാവുന്നതാണ്. നിങ്ങളൊന്നുമല്ല, 800 കോടി ജനങ്ങളിൽ ഒരു വ്യക്തി മാത്രമാണ്. അത്രമാത്രം എല്ലാവരും ചിന്തിക്കുവാൻ മാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരാളൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുവാൻ എനിക്ക് അതിന് മാത്രം പ്രത്യേകതകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അവർക്കെല്ലാം അവരവരുടെ കാര്യമുണ്ട്, അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓട്ടത്തിലാണ്. ഞാനിത് വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആളുകൾ അഭിപ്രായം പറയും നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറയുക. നീ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. ഈ അഭിപ്രായങ്ങളെ ശരിക്കും കണക്കിലെടുക്കണോ അതോ കണക്കിലെടുക്കണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്രൈറ്റീരിയ പറഞ്ഞുതരാം. നിങ്ങൾ ആരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കണം, ആരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുന്ന സമയത്ത് ആ ഗുണത്തിന്റെ ഗുണഭോക്താക്കളായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരില്ലേ. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ധനം കൂടുതലുണ്ടാകും. അപ്പോൾ ആ ധനം യൂസ് ചെയ്യുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ അച്ഛനും അമ്മ, ഇങ്ങനെ പലരും അതിന്റെ ഗുണഭോക്താക്കളായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നം ബാധിക്കുന്ന കുറച്ച് പേരുണ്ടാവും. ആ പ്രശ്നത്തിനോടൊപ്പം നിങ്ങളോടൊപ്പം നിൽക്കാൻ കുറച്ച് പേരുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളില്ലേ നിങ്ങളുടെ ഗുണങ്ങളുടെ ഗുണഭോക്താക്കളും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളും. ഈ ടൈപ്പ് ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നമുക്കൊന്ന് പരിഗണിക്കാം, അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ കിടപ്പിലായാൽ നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടത് അവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കേണ്ടത് അവരാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ്. അതിനെ പൂർണ്ണമായും പരിഗണിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാർ, ആ ടൈപ്പ് ആൾക്കാരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ പുല്ലുവിലയാണ് കൽപ്പിക്കേണ്ടത്. ആ അഭിപ്രായങ്ങളെ വില കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറയാം. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്ക് കുറയണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിവുള്ള, അതിനെക്കുറിച്ച് വ്യക്തതയുള്ള ഒരാളുടെ അഭിപ്രായം നിങ്ങൾ സ്വീകരിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വലിയ വില കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ പറയാൻ കഴിയും, അല്ലെങ്കിൽ പുറത്ത് തന്നെ പറയാൻ കഴിയും, ഞാനിത് പ്രധാനപ്പെട്ട ചില ആളുകളോട് ഡിസ്കഷൻ ചെയ്ത ശേഷമാണ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ വളരെ വ്യക്തതയുള്ള ചില അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം സ്വീകരിക്കൽ എന്നുള്ള സ്വഭാവം ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം നേടിയെടുക്കുക. എന്നിട്ട് ആ അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് അമിതമായി ജാഗരൂകരാകേണ്ട ആവശ്യമുണ്ടായിരിക്കുകയില്ല. അവസാനമായി ഒരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ നിലപാടുണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായ നിലപാടില്ലാത്ത വ്യക്തിക്കാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് അമിതമായി ജാഗ്രത ഉണ്ടാവുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിലപാടുകളായി മാറും നിങ്ങൾക്ക് വ്യക്തമായ നിലപാടില്ല എങ്കിൽ. മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തെറ്റ് സംഭവിക്കാൻ പാടില്ല, നാണം, ലജ്ജ, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന പിടിവാശി, ഇത്തരത്തിലുള്ള ഈഗോകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയുകയും ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നും ഒരു മനുഷ്യന് മിസ്റ്റേക്കുകൾ സംഭവിക്കുമെന്നും ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നൊന്നും ഇല്ല എന്നും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണ്ടേ എന്നും മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അതിൽ ആളുകൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. കാരണം ബഹുജനം പലവിധം. ഈ അഭിപ്രായങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ അമിതമായി ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇത്രയും കാര്യങ്ങളെ മനസ്സിൽ വ്യക്തത കൊണ്ട് നടന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കാൻ ഒഴിവുണ്ടാവുകയില്ല. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം. ബൈ.